ഹലോ, വെൽക്കം ബാക്ക് ടു മീലോസ് വേൾഡ്. നമുക്ക് ഇന്നൊരു വിഷയം സംസാരിക്കാം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വൈകുന്നേരം ചായ ടൈമിൽ എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ വല്യമ്മയും ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ അയൽവാസിയായിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചി, അമ്മ എന്ന് പറയും, ഞാൻ അമ്മ എന്നാണ് വിളിക്കാറ്, ചേച്ചി എന്നല്ല. പുള്ളിക്കാരി ഇന്ന് എന്നോടൊരു കോമഡി ആയിട്ടൊരു കാര്യം പറഞ്ഞു. നീ നമ്മൾ ചായ കുടിക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിരുന്നു എന്ന് വെച്ച് ഞാൻ ആന്ന് പറഞ്ഞു. എന്നോട് കുറച്ച് പേര് ചോദിച്ചു, നീ എന്തിനാണ് അവിടെ പോകുന്നത്, നിങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് വെച്ചാൽ ഓരോന്ന് വാങ്ങിക്കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അതെന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സാണ്. ശരിക്കും ഞാൻ എന്താണെന്നോ, എൻ്റെ വ്യക്തിത്വം എന്താണെന്നോ, എൻ്റെ മനസ്സെന്താണെന്നോ, എൻ്റെ ജീവിതം എന്താണോ എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ കുറച്ചായിട്ടേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ടും അങ്ങനെ എല്ലാവരോടും ഇടപഴകുന്ന കൂട്ടത്തിലുള്ള ആളല്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില ട്രാജഡി സീൻസ് വെച്ചിട്ടാണ് അവരെന്നെ വിലയിരുത്തുന്നതെങ്കിൽ അതിൽ നിങ്ങളെ കുറ്റം പറയാനും കഴിയില്ല, എന്നാൽ നിങ്ങളെ അനുകൂലിക്കാനും കഴിയില്ല. എല്ലാവരുടെ ലൈഫിലും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും പടച്ചോൻ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നടക്കും. വേറൊരാളെ ലൈഫിലേക്ക് എത്തി നോക്കിയിട്ട് കുറ്റം പറയാനും കഥ മെനയാനും മറ്റുള്ളവർ നമ്മളോട് അടുപ്പം കാണിക്കുമ്പോൾ അത് ഓരോന്ന് പറഞ്ഞ് ഇല്ലാണ്ടാക്കാനൊക്കെ എല്ലാവർക്കും കഴിയും. നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ക്ഷമിച്ചു കൊടുക്കുന്നതുകൊണ്ടും ഞാൻ ഒരുപാട് സഹിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകാൻ ധൈര്യം കിട്ടുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും എഫേർട്ട് ഓരോ കാര്യങ്ങൾക്കും എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെയൊക്കെ ചിരിക്കാനും കളിക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതെൻ്റെ മനഃശക്തിയാണ്. അതെനിക്ക് പടച്ച റബ്ബ് തന്നതാണ്. അതുകൊണ്ട് ആരെന്ത് ചെയ്തിട്ടും ഞാൻ തളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തളരുകയാണെങ്കിൽ ഈ കഴിഞ്ഞൊരു വർഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നശിച്ചൊരു വർഷമായിരുന്നു. എന്നിട്ടും ഞാനിതാ ഇതുപോലെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ കഴിവും മാത്രമല്ല, പടച്ച റബ്ബിൻ്റെയും കൂടി. അപ്പോൾ ആരും തോൽപ്പിക്കാൻ നോക്കാം.